ഈ മഴക്കാലത്ത് ഇതേപോലത്തെ മഴക്കാലത്തിൽ മഴ പെയ്തതിന് ശേഷം ആ രണ്ട് സ്ഥലത്തും നല്ലപോലെ മഴ പെയ്തു. 2 ഏക്കർ ഭൂമി ഉള്ള 2 സ്ഥലങ്ങളിൽ നല്ല മഴ കിട്ടിയപ്പോ ഒരു കർഷകൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അവിടെ മുളച്ചിരുന്ന വീഡ്സ്, അതായത് ഈ പുല്ലുകളെല്ലാം പറിച്ചു കളഞ്ഞ് പുതിയ വിത്തുകൾ, നല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനത്തെ നല്ല വിത്തുകളെല്ലാം അവിടെ പാകി. മറ്റു കർഷകൻ, അപ്പുറത്തെ വീട്ടിലെ കർഷകൻ ഒന്നും ചെയ്തില്ല, ചുമ്മാ ഇരുന്നു. മഴ പെയ്തു, അവിടെ പുല്ല് മുളയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം ഒന്നും ചെയ്തില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, വിത്ത് പാകിയ ആളുടെ വീട്ടിൽ നല്ല ഫലപുഷ്ടമായ ഫ്രൂട്ട്സും പച്ചക്കറികളും അതുപോലെ പുഷ്പങ്ങളും വരാൻ തുടങ്ങി. അപ്പുറത്തെ തൊട്ട വീട്ടിലുള്ള കർഷകൻ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ആ വീടിന്റെ ചുറ്റും പുല്ലും കാടും പിടിച്ചു നിന്നു. ഇതിലെ ഈ കഥയും പോസിറ്റീവ് തിങ്കിങ്ങുമായിട്ടുള്ള ബന്ധം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സും ഇതുപോലെയാണ്. നമ്മുടെ മനസ്സും ഈ കൃഷിസ്ഥലം പോലെയാണ്. ഒന്നും ചെയ്യാതിരുന്നാൽ, അതായത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള സീഡുകൾ നമ്മൾ അതിൽ വിതയ്ക്കാതിരുന്നാൽ ഏറ്റവും പെട്ടെന്ന് വളരുന്നത് നെഗറ്റീവ് ആയിരിക്കും. പുല്ലുകൾ മുളയ്ക്കുന്നത് പോലെയാണ്. ഓക്കെ. അതേസമയം നമ്മൾ ഡെയിലി ഈ ആദ്യത്തെ കർഷകൻ ചെയ്ത പോലെ സീഡ്, വിത്തുകൾ പാകിക്കൊണ്ടിരിക്കുകയാണ്. വിത്തുകൾ പാകി അതിനെ വളമൊഴിച്ച് വെള്ളമൊഴിച്ച് അതിനെ വളർത്തുമ്പോൾ മാത്രമേ അത് ഗുണമുള്ള വൃക്ഷങ്ങളായിട്ടോ അല്ലെങ്കിൽ ഗുണമുള്ള ചെടികളായിട്ട് നമുക്ക് വരുള്ളൂ. പച്ചക്കറി അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ആപ്പിളോ മുന്തിരിയോ തനിയെ മുളച്ചു വരില്ല. അതിനെ നമ്മൾ പ്രത്യേകമായ ഒരു വിത്ത് പാകി അതിൻ്റെതായ രീതിയിൽ കുറെ ശാസ്ത്രീയമായി കുറെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അത് വളർന്നു വരുള്ളൂ. പക്ഷെ ഒരു പുല്ല് മുളയ്ക്കാൻ, ഒരു ആവശ്യമില്ലാത്ത ചെടികൾ മുളയ്ക്കാൻ ഒന്നും ചെയ്യണ്ട. ഒരു മഴ കിട്ടിയാൽ മതി, അവിടെ എല്ലാം ഈ മുളച്ചോളും. അതേപോലെയാണ് നെഗറ്റീവ് തിങ്കിങ്, നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ മനസ്സിലേക്ക് കയറി വരാൻ ഒന്നും ചെയ്യണ്ട. ചുമ്മാ നമ്മള് ആലോചിച്ച് ഇരുന്നാൽ മതി. ആലോചിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ താനേ അത് നെഗറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാര് നമ്മുടെ മനസ്സിനെ പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്യുന്നത് കൊണ്ട് അവര് പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്. സന്തോഷമായി ജീവിക്കുക എന്നുള്ളത്. ആ സന്തോഷമായി ജീവിക്കാൻ മനുഷ്യന് തടസ്സമുള്ളത് മനസ്സ് വാണ്ടർ ചെയ്യുന്നതാണ്. മൈൻഡ് വാണ്ടറിങ് ആണ് നമ്മുടെ അൺഹാപ്പിനെസ്സിന് കാരണം. നമ്മുടെ ദുഃഖത്തിനോ നമ്മുടെ സന്തോഷമില്ലായ്മയ്ക്കോ കാരണം ഈ മനസ്സ് സഞ്ചരിക്കുന്ന മനസ്സ് ആയതുകൊണ്ടാണ്. അതും ഇപ്പോൾ റീസെന്റ് സ്റ്റഡിയിൽ പറയുന്നത്, നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് കൂടുതൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, അത് 49% നമ്മളെ മനസ്സ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിപൂർണമായി നമ്മൾ ഒരു കാര്യത്തിൽ ഏർപ്പെടുന്നില്ല. 100% അതിൽ ഡെഡിക്കേഷൻ ഇല്ല. ഓക്കെ. അങ്ങനെ മനസ്സ് സഞ്ചരിക്കുമ്പോൾ നമുക്ക് അൺഹാപ്പിനെസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഈ മൈൻഡ് വാണ്ടറിങ് കൂടുമ്പോൾ, ഈ ആദ്യം പറഞ്ഞ കഥയിലെ പറഞ്ഞ പോലെ ഈ നെഗറ്റീവ് തോട്ട്സിനുള്ള ചാൻസസ് കൂടുകയാണ്. നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് തോട്ട്സ് കയറി അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ. ഇനി നമുക്ക് ഇപ്പോൾ കുറെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ മാറ്റി പോസിറ്റീവിലേക്ക് ആവാം? പോസിറ്റീവിലേക്ക് ആദ്യം ചെയ്യുന്നത് ഈ കൃഷിക്കാരൻ ചെയ്ത പോലെ അതിനെ ക്ലീൻ ചെയ്യുക. നമ്മൾ ആദ്യം ആ പുല്ലുകളെല്ലാം, നമ്മുടെ പാടത്തോ നമ്മുടെ പറമ്പിലോ ഉള്ള പുല്ലുകളെല്ലാം ക്ലീൻ ചെയ്തപോലെ ഇതെല്ലാം ഈ നെഗറ്റീവ് തോട്ട്സിനെ എല്ലാം നമ്മൾ പറിച്ചെടുക്കണ അത്ര ഈസി അല്ല. ചുമ്മാ പറഞ്ഞ നമ്മള് പോസിറ്റീവ് തോട്ട്സിൽ വരണമെന്ന് നമ്മൾ ഒരുപാട് പറഞ്ഞാലൊന്നും നമ്മുടെ മനസ്സ് കേൾക്കില്ല. 1 മിനിറ്റ് കേൾക്കും, 2 മിനിറ്റ് കേൾക്കും, പിന്നെയും മൈൻഡ് വാണ്ടർ ചെയ്യും. മനസ്സിലായോ? പിന്നെയും നെഗറ്റീവിലേക്ക് പോകും. അല്ലെങ്കിൽ നെഗറ്റീവ് എവിടെയാണുള്ളത്, നെഗറ്റീവ് കാര്യങ്ങളുള്ളത്, അതിലേക്ക് നമ്മൾ ക്യാച്ച് ചെയ്യാൻ നോക്കും. അതിന് പകരം ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞാല്, ജസ്റ്റ് തോട്ട്സിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ പഠിക്കുക. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് തോട്ട്സിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല്,
അത് ആദ്യം നമ്മളെ ഹാം ചെയ്യും, പിന്നെ അത് മറ്റുള്ളവരെ ഹാം ചെയ്യുന്നതായിരിക്കും അതിന്റെ റിസൾട്ട് ഉണ്ടാവുക. ഓക്കെ, ഫസ്റ്റ് നിങ്ങളത് ഹാം ചെയ്യാൻ നോക്കും ആ തോട്ട് വെച്ചിട്ട്, പിന്നെ നെക്സ്റ്റ് അത് മറ്റുള്ളവരെയും കൂടെ ഹാംഫുൾ ആക്കാനുള്ള ആക്ഷൻസോ അല്ലെങ്കിൽ സ്പീച്ചോ, നമ്മുടെ സ്പീച്ചിലോ നമ്മുടെ ഇന്റൻഷനോ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതിന് നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാല്, ഈ പോസിറ്റീവ് നെഗറ്റീവ് തോട്ട്സും തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയെങ്കിൽ, നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യണം, മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യുക? ചുമ്മാ എല്ലാ സമയത്തും നമ്മൾ പോസിറ്റീവ് തോട്ട്സ് വരണം, ബുക്കിൽ വായിച്ചുകൊണ്ടോ ഫേസ്ബുക്കിലെ പോസ്റ്റ് കണ്ടോ ഒന്നും ഇത് വരില്ല. കാരണം ആദ്യത്തെ കഥയിൽ പറഞ്ഞ പോലെ ഇറ്റ്സ് ഡെയിലി. അതും ഈ നെഗറ്റീവ് തോട്ട്സ് പറയുന്നത് പെട്ടെന്ന് പടരുന്ന ഒരു സംഭവമാണ്. ഈ പുല്ലുപോലെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തം ഏരിയ അത് സ്പ്രെഡ് ആവും. അതേപോലെ ഒരാള് നെഗറ്റീവ് തോട്ട്സ് പറഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും അത് അതേപോലെ അത് അംഗീകരിക്കും, അല്ലെങ്കിൽ അതിനെ ട്രിഗർ ചെയ്യും, നമ്മുടെ നെഗറ്റീവായിട്ട് തന്നെ ട്രിഗർ ചെയ്യും. ഓക്കെ, ഒരു പോസിറ്റീവ് തോട്ട്സ് ഒരാൾ പറഞ്ഞാൽ അത് സ്പ്രെഡ് ആവാൻ വളരെ സമയമെടുക്കും. അത് അത്ര പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമല്ല. പോസിറ്റീവ് ക്വാളിറ്റീസ് ഒന്നും അത്ര പെട്ടെന്ന് സ്പ്രെഡ് ആവില്ല. നെഗറ്റീവ് ആണ് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആവുക. ഇവിടെ നമ്മൾ ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം. എന്താണ് പോസിറ്റീവ്, എന്താണ് നെഗറ്റീവ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ പോവുകയാണ്. ഓക്കെ, അതിന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, മൈൻഡിനെ നമ്മൾ ആദ്യം കാം ആക്കണം. കാം ആൻഡ് റിലാക്സ്ഡ് മൈൻഡിൽ മാത്രമേ നമുക്കിത് തിരിച്ചറിയാൻ പറ്റൂ. നമ്മുടെ ചിന്തയിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിന് കുറച്ച് ടെക്നിക്സ് പറഞ്ഞു തരാനാണ് ഞാൻ ഇന്നത്തെ സെഷനിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അതില് മൈൻഡ്ഫുൾനെസ് മാസ്റ്റർ ക്ലാസ് ബൈ അനിരുദ്ധൻ ദേവദാസ് എന്നെല്ലാം ഫ്ലയറിൽ ഞാൻ കണ്ടു. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ മൈൻഡ്ഫുൾനെസ് മാസ്റ്റർ ക്ലാസ് ഇപ്പോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഒരു ട്രെയിനിങ് ചെയ്യുന്ന ഒരു പ്രോസസ് തന്നെയാണത്. ഓക്കെ, മലയാളത്തിൽ മൈൻഡ്ഫുൾനെസിന്റെ പറയുന്ന ശ്രദ്ധ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ശ്രദ്ധിക്കുക, അറ്റൻഷൻ കൊടുക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശ്രദ്ധ, പൂർണ്ണത എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, ഇതിന് പൂർണ്ണമായ ഒരു മലയാളം ട്രാൻസ്ലേഷൻ ആയിട്ടില്ല ഈ മൈൻഡ്ഫുൾനെസ്സിന്. ഇനി ഇതിന്റെ ഒറിജിനൽ വേർഷൻ പാലി ലാംഗ്വേജിലാണുള്ളത്. മൈൻഡ്ഫുൾനെസ്സിന്റെ ഒറിജിനൽ വേർഷൻ പാലി ലാംഗ്വേജിലാണ്. ഏത് 2500 വർഷങ്ങൾക്ക് മുമ്പുള്ള സംസ്കൃതം പോലെ തന്നെ ഒരു ലാംഗ്വേജ് ആണ് പാലി ലാംഗ്വേജ്. അവരിതിനെ പറയുന്നത് സതി എന്നാണ് പറയുക. മൈൻഡ്ഫുൾനെസ്സിന് SATI, സതി എന്നാണ് പറയുന്നത്. ഓക്കെ, സതി എന്ന് പറഞ്ഞാൽ ടു റിമെമ്പർ ടു ബി മൈൻഡ്ഫുൾ എന്നാണ് പറയുന്നത്. അതായത് ശ്രദ്ധയെ നമ്മൾ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, അതാണ് പറയുന്നത്. ഓക്കെ, അതിന് ഒന്നും കൂടി ഞാൻ വ്യക്തമാക്കി തരാം. ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ ദി വേൾഡ് ഈസ് ടു റിമെമ്പർ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അത് നമ്മൾ എന്നും ഓർമ്മയുള്ള പല കാര്യങ്ങളും നമ്മൾ മറന്നു പോവുകയാണ്. ഇപ്പൊ പല ഫിലോസഫിയും പലത് കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അത് സമയത്ത് അത് ഉപയോഗിക്കാൻ നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ അത് മറന്നു പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഇൻഫർമേഷൻ ഓവർലോഡഡ് ആണ്. നമ്മൾ എല്ലാവർക്കും എല്ലാ കാര്യം അറിയാം, എനി ഇൻഫർമേഷൻ കിട്ടും. പക്ഷെ ഉചിതമായ സമയത്ത് ആ ഇൻഫർമേഷൻസ് നമ്മൾ യൂസ് ചെയ്യണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല, നമ്മളത് മറന്നിട്ടുണ്ടാവും. ഓക്കെ, അതിന് പകരം എല്ലാ സമയത്തും നമ്മൾ ഈ റിമെമ്പർ ചെയ്യാണ്. എന്താണ് ആവശ്യമുള്ള സാധനം അത് നമ്മൾ ആ മൊമെന്റിൽ നമ്മൾ അത് കൊണ്ടുവരും, റിമെമ്പർ ചെയ്ത് കൊണ്ടുവരിക. മൈൻഡ്ഫുൾനെസ്സും അതേപോലെയാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് ഫസ്റ്റ് ഞാൻ പറയാം. മൈൻഡ്ഫുൾനെസ് ഇസ് ദി കപ്പാസിറ്റി ഓഫ് അവർ മൈൻഡ് ടു live in the present moment and knowing what is happening right now without any judgment or preference. മൈൻഡ്ഫുൾനെസ്സിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് പ്രസന്റ് മൊമെന്റിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, പ്രസന്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം എവിടെയാണോ ഇരിക്കുന്നത് ആ ശരീരം ഇരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ മനസ്സും നിൽക്കുകയാണ്. ചുറ്റുമുള്ള ശബ്ദങ്ങളെ നമുക്ക് കേൾക്കാൻ പറ്റും, നമ്മുടെ ബോഡി സെൻസേഷൻസിൽ നടക്കുന്നത് എന്താന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, നമ്മുടെ വിചാരങ്ങൾ എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, നമ്മുടെ ചിന്ത എന്താന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, മറ്റുള്ളവരുടെ എമോഷൻസ് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇങ്ങനെ നോൺ ജഡ്ജ്മെന്റലി അതിനെ നമുക്ക്
പ്രിഫറൻസസും ജഡ്ജ്മെന്റും ഇല്ല. ഇത് മുൻവിധികളില്ലാതെ, നോൺ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ മുൻവിധികളില്ലാതെ എന്താണ് അവിടെ സംഭവിക്കുന്നത് അതിന് നമ്മൾ പരിപൂർണമായി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ വാച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുക. നമ്മുടെ മൈൻഡിന്റെ ഒരു സ്കില്ലാണത്. മൈൻഡ്ഫുൾനെസ് ഒരു സ്കിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെ മനസ്സിനെ നമ്മൾ പ്രസന്റ് മൊമെന്റിൽ ട്രെയിനിങ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇത് വ്യക്തമാക്കാൻ ഞാനിപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അഡ്മിൻ please play what is mindfulness video. Welcome to Mindful for Happy Life, program. Admin, please play. Welcome to Mindful for Happy Life, a wonderful stress reduction program. MFHO helps you to be mindful and letting go. What is mindfulness? Mindfulness is the capacity of the mind to live in the present moment and knowing what is happening right now without any judgment or preference. For example, when you are looking at the blue sky, your mind will be totally aware that you are looking at the blue sky. Now, the mindful object is the blue sky, and there will be no other elements like office, pending works, targets, family, etc. in your mind. Practical application of mindfulness on our daily activities. In our daily life, we face unexpected incidents that may create stress or tension in our body and mind. Here we can see a happy family where parents are going to the office and the children to the school in their car. Suddenly, a bike crosses their car. The husband puts brake and all the family members are shocked. Husband annoyingly starts scolding the biker. "Stupid idiot, you biker." All are stressed out. Wife immediately says, "Be mindful." Everybody pays attention to their breath. In their mind they say, "I know I'm breathing in and I know I'm breathing out." They are aware of their breathing, the sensation of the air as it enters the nose and fills the lungs. Noticing the rise and fall of the abdomen, they continue the mindful breathing exercise. Mindfulness of breathing for 10 minutes transforms the stressful situation to peaceful moment. The family continues their journey without stress. Mindfulness is the source of happiness and joy. Mindfulness can help you manage a range of difficult emotions. Mindfulness improves quality of life. According to the Buddha, the secret of health for both mind and body is not to mourn for the past, not to worry about the future, or not to anticipate troubles, but to live in the present moment wisely and earnestly. MFHL helps you to learn a basic mindfulness practice for leading a peaceful and happy life. For more details about basic mindfulness programs, please contact Anirudhan Devadas 9562-516030, email mindfulforhappylife@gmail.com, or visit www.mindfulforhappylife.com. Hello. Okay.
അപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ടല്ലോ, അതിലൊരു കാർട്ടൂൺ നമ്മൾ കണ്ടല്ലോ. ഒരു ഫാമിലി കാറിൽ പോകുന്നു, പെട്ടെന്നൊരു ബൈക്ക് വരുന്നു. ബൈക്ക് വന്നപ്പോ ഫാമിലി മെമ്പേഴ്സ് എല്ലാം പാനിക് ആവുന്നു. നമ്മളത് കണ്ടല്ലോ. ഇതില് ആ പാനിക് ആയ സിറ്റുവേഷൻസിൽ ആ ഫാമിലിയിലുള്ള ഒരു മെമ്പർ പറഞ്ഞു ബി മൈൻഡ്ഫുൾ എന്ന് പറയുന്നു. അപ്പൊ അവര് കണ്ണടച്ചുകൊണ്ട് ബ്രീത്തിങ്ങിൽ അവർ ഫോക്കസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം വളരെ കാം ആയിട്ടാണ് അവർ അവിടെ നിന്ന് ട്രാവൽ ചെയ്തത്. ഇവിടെയാണ് ഈ പ്രാക്ടീസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മൈൻഡ്ഫുൾനെസ് ഓഫ് ബ്രീത്തിങ് എന്ന പ്രാക്ടീസ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ശരീരവും മനസ്സിനെയും കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ബ്രെത്ത്. നമ്മൾ ഇൻഹേൽ ചെയ്യുന്നു, നമ്മൾ എക്സേൽ ചെയ്യുന്നു. ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഓക്കെ, ഇത് നമ്മുടെ ശരീരവും മനസ്സിന്റെ അവസ്ഥയായിട്ട് കണക്ട് ആണ്. നമുക്ക് വളരെ ദേഷ്യമുള്ള സമയത്താണെങ്കിൽ നമ്മുടെ ബ്രീത്തിങ് സൈക്കിൾ നോക്കിയാൽ അറിയാം, അത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, വളരെ കൂടുതലായിട്ട് നമ്മൾ ഇൻഹേൽ ചെയ്യും, എക്സേൽ ചെയ്യും. നമ്മുടെ എമോഷൻ ആങ്കർ ആണ്, നമ്മുടെ എമോഷൻ ഭയങ്കര സ്പീഡായിട്ട് ഇൻഹലേഷൻ എക്സലേഷൻ നടത്തും. അതേപോലെ നമ്മൾ ഭയമാണ് അല്ലെങ്കിൽ ആൻസൈറ്റി ആണെങ്കിൽ നമുക്ക് ബ്രീത്തിങ് കിട്ടില്ല. ചിലപ്പോൾ പേടിയുള്ള ഒരു സംഭവം നമ്മൾ കാണുകയാണെങ്കിൽ നമ്മുടെ ബ്രീത്തിങ് സൈക്കിൾ വളരെ ഷോർട്ട് ആയിരിക്കും, നമുക്ക് ഷോർട്ടേജ് ഓഫ് ബ്രെത്ത് ഉണ്ടാവാം. ഓക്കെ, നോർമലി ഒരു മനുഷ്യൻ ഒരു മിനിറ്റിൽ 20 ബ്രീത്തിങ് സൈക്കിളാണ് ചെയ്യുന്നത്, നമ്മൾ പ്രോസസ്സിലുള്ളത്. അതായത് ഒരു ബ്രീത്തിങ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ, അങ്ങനെ 20 ടൈംസ് ഒരു മിനിറ്റിൽ നമ്മൾ ചെയ്യും, ആ ബ്രീത്തിങ് സൈക്കിൾ ചെയ്യും. ഓക്കെ, അത് നമ്മുടെ എമോഷൻസ് മാറുമ്പോൾ, നമ്മൾ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് എമോഷൻസിലേക്കും നമ്മൾ കൂടുതൽ പോകുമ്പോൾ ഇതില് വളരെ വേരിയേഷൻ വരും. ഓക്കെ, അതേസമയം നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്, വളരെ കാം ആൻഡ് റിലാക്സ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ ബ്രീത്തിങ് ഒന്ന് നോക്കൂ, അത് വളരെ സ്മൂത്ത് ആയിരിക്കും. അവിടെ ബ്രീത്തിങ് ഫാസ്റ്റോ സ്ലോവോ ആയിരിക്കില്ല, വളരെ നോർമൽ ആയിരിക്കും നമ്മുടെ ബ്രീത്തിങ്. നമ്മുടെ എമോഷൻ, അതായത് ഹാപ്പി ആയിട്ടുള്ള ഒരു മൈൻഡ് സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മുടെ ബ്രീത്തിങ് വളരെ നോർമൽ ആയിരിക്കും. ഇനി നമുക്ക് ദേഷ്യം വരുന്ന ഒരു സമയത്ത്, നമ്മൾ ആങ്കർ ആയിട്ടുള്ള ഒരു സമയത്താണ്, ആങ്കർ എന്ന എമോഷൻ ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി, നമ്മുടെ ബ്രീത്തിങ് സൈക്കിളെ നോർമലിലേക്ക് കൊണ്ടുവന്നാൽ മതി. നോർമൽ സൈക്കിൾ എന്ന് പറയുന്നത്, നോർമൽ ബ്രീത്തിങ് സൈക്കിൾ 20, ഒരു മിനിറ്റ് 20 എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടിരുന്ന സമയത്ത് ചിലപ്പോൾ 25 30യിലേക്കോ ബ്രീത്തിങ് സൈക്കിൾ മാറിയിട്ടുണ്ടാവാം. അപ്പൊ ആങ്കറിൽ നമ്മൾ കോട്ട് ചെയ്യാതെ, ആ ഇമോഷൻസിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ നമ്മുടെ ബ്രീത്തിങ്ങിലേക്ക് ഫോക്കസ് ചെയ്താൽ നമുക്ക് ആങ്കറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഇനി ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ 10 മിനിറ്റ് ഈ മൈൻഡ്ഫുൾനെസ് ഓഫ് ബ്രീത്തിങ് മെഡിറ്റേഷന് വേണ്ടി നമ്മൾ ഒരു ദിവസം മാറ്റി വെക്കുക. ഒരു 10 മിനിറ്റ് ഈ മെഡിറ്റേഷൻ ചെയ്യും. ഈ മെഡിറ്റേഷൻ ഇപ്പൊ ഞാനൊരു 2-3 മിനിറ്റ്സിന്റെ മെഡിറ്റേഷൻ ഇപ്പൊ ഞാൻ ഇവിടെ പ്ലേ ചെയ്യും, ഞാൻ ഇവിടെ പറയും. അതിനുശേഷം അഡ്മിൻ 10 മിനിറ്റിന്റെ ഒരു മെഡിറ്റേഷൻ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യും. ആദ്യം കാണിച്ച പോലത്തെ ഒരു വീഡിയോ മെഡിറ്റേഷൻ ആണ്. ആദ്യം കാണിച്ച ഒരു വീഡിയോ പോലെ തന്നെ വീഡിയോയില് ഒരു ഡിസ്പ്ലേ വരും, അതില് മെഡിറ്റേഷന്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വരും. അത് കേട്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് അടുത്ത മെഡിറ്റേഷനെ പറ്റി പറയും. അതിനു മുമ്പ് ഞാൻ ഈ മൈൻഡ്ഫുൾനെസ് ഓഫ് ബ്രീത്തിങ് മെഡിറ്റേഷനെ പറ്റി ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മുടെ ഇൻഹലേഷൻ എക്സലേഷനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും. ഓക്കെ, അത് ഞാനിപ്പോ എന്താ ചെയ്യുന്ന പറഞ്ഞാല്, ഒരു ബെല്ലുണ്ട്. ഇപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ പോകണം, അത് ജസ്റ്റ് നിങ്ങൾ ഒരു 20 സെക്കൻഡ്സ് നിങ്ങൾ ട്രൈ ചെയ്യാൻ പോകണം. ഈ ബെല്ല് ഞാൻ അടിക്കുന്ന സമയത്ത് ഈ സൗണ്ടിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ, ഓക്കെ, പൂർണ്ണമായി നിങ്ങൾ ഈ സൗണ്ടിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ സൗണ്ടിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ, കണ്ണ് തുറന്നുകൊണ്ടാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പില് കണ്ണടച്ചുകൊണ്ട് ഈ ശബ്ദത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യൂ. മൈൻഡ്ഫുൾനെസ് ഓഫ് സൗണ്ട് ആണ് ആദ്യം എടുക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് മൈൻഡ്ഫുൾനെസ് ഓഫ് ബ്രീത്തിങ് പോവുക. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ഇത് പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ
കണ്ണടച്ചുകൊണ്ട് ഈ ശബ്ദത്തിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ അറ്റൻഷൻ. കാരണം നമ്മൾ മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ എന്നാണ് പറഞ്ഞല്ലോ ആദ്യം തന്നെ. അപ്പൊ നിങ്ങൾ പരിപൂർണമായി നിങ്ങളുടെ അറ്റൻഷൻ ഈ ശബ്ദത്തിൽ മാത്രമായിരിക്കണം. കണ്ണു തുറന്നോളൂ. ഇനി അടുത്ത സ്റ്റേജില് നമ്മൾ ഈ സൗണ്ട് നമ്മൾ കേൾക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ, നമ്മുടെ ബ്രീത്തിങ്ങിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കും. ഫസ്റ്റ് നമ്മൾ ഈ സൗണ്ടിലേക്ക് നമ്മൾ അറ്റൻഷൻ കൊണ്ടുപോകാൻ നമുക്ക് മനസ്സിലായി. ഇപ്പൊ 2 പ്രാവശ്യം ചെയ്തപ്പോൾ ഈ സൗണ്ടിൽ മാത്രം നമ്മുടെ മനസ്സ് പോകുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റി. ഇനി ഈ ശബ്ദം കഴിഞ്ഞതും നിങ്ങൾ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറയും. എന്റെ ഇൻസ്ട്രക്ഷൻസ് പറയും ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കൂ എന്ന് പറയും. ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് അത് ഇൻ എന്ന് പറയാം. ഓക്കെ, എക്സേൽ ചെയ്യുന്ന സമയത്ത് അത് ഔട്ട് എന്ന് പറയാം. നമ്മൾ ശ്വാസം അകത്തേക്ക് പോകുമ്പോൾ ഇൻ എന്ന് പറയാം. ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ ഔട്ട് എന്ന് മനസ്സിൽ പറയാം. വേറെ എവിടെയും നിങ്ങൾ ഇപ്പോൾ മനസ്സിനെ കൊണ്ടുപോകരുത്. മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ മനസ്സ് പല മൈൻഡ് വാണ്ടറിങ് ആദ്യം പറഞ്ഞ പോലെ മനസ്സ് സഞ്ചരിക്കുന്ന മനസ്സാണ്. അത് പെട്ടെന്ന് നമ്മുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരാ എന്ന് പറഞ്ഞാൽ മനസ്സ് കേൾക്കണം എന്നില്ല. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്യാം. 1, 2, 3 പ്രാവശ്യം മനസ്സ് പല സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിനെ തിരിച്ച് നിങ്ങൾ ശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ട്രൈ ചെയ്യാം. അത് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. അതിന് ബലം പിടിക്കരുത്. അതായത് ബലം പിടിച്ച് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല. വളരെ സാവധാനം കം ബാക്ക് ടു മൈ ബോഡി, കം ബാക്ക് ടു മൈ ബ്രെത്ത് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ മൊമെന്റിൽ നിങ്ങൾക്ക് ഒരു കാംനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കിട്ടും. ആ കാംനെസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. ആ കാംനെസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങളുടെ ബ്രീത്തിങ്ങിൽ മാത്രമായിരിക്കും. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ബലം പിടിച്ചൊരിക്കലും ചെയ്യരുത്. ഈ കാംനെസ്സിന് വേണ്ടി ഞാൻ മൊത്തം എന്റെ അറ്റൻഷൻ ബ്രീത്തിങ്ങിൽ കൊടുക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യണ ഒരു പ്രോസസ്സാണ് മൈൻഡ്ഫുൾനെസ് ഓഫ് ബ്രീത്തിങ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്നു. കണ്ണുകൾ അടച്ച് ഈ ശബ്ദത്തിൽ മാത്രം ശ്രദ്ധിക്കൂ. ഇനി പതിയെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. ശ്വാസം അകത്തേക്ക് പോകുന്നത് തിരിച്ചറിയൂ. ശ്വാസം പുറത്തേക്ക് വരുന്നത് തിരിച്ചറിയൂ. എക്സലേഷൻ. ശ്വാസം അകത്തേക്ക് പോകുന്നു, ശ്വാസം പുറത്തേക്ക് വരുന്നു. നിങ്ങളുടെ പരിപൂർണ ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊടുക്കൂ. നോ വാണ്ടിങ്, നോ എക്സ്പെക്ടേഷൻ. ഇപ്പോഴത്തെ സമയത്ത് എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത്, നിങ്ങളുടെ ശരീരം എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ മനസ്സും ഉണ്ടാവുന്നത്. ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊടുക്കൂ. അകത്തേക്ക് ശ്വാസം പോകുമ്പോൾ ഇൻ എന്ന് മനസ്സിൽ പറയൂ. ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ ഔട്ട് എന്ന് മനസ്സിൽ പറയൂ. ഇൻ, ഔട്ട്. ശ്വാസം അകത്തേക്ക് പോകുമ്പോൾ ഇൻ, ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ ഔട്ട്. മൈൻഡ് വാണ്ടർ ചെയ്യുകയാണെങ്കിൽ തിരിച്ച് ശ്വാസത്തിലേക്ക് കൊണ്ടുവരൂ. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ വയറിന്റെ ഭാഗത്ത് നോക്കൂ, അബ്ഡോമൻ ഏരിയ നോക്കൂ. അവിടെ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. ശ്വാസം എടുക്കുമ്പോൾ വയറ് വികസിക്കുന്നു, ശ്വാസം വിടുമ്പോൾ താഴുന്നു.
പതുക്കെ കണ്ണു തുറക്കൂ. ഇനി അഡ്മിൻ നമുക്ക് വേണ്ടി 10 മിനിറ്റ്സ് ഇതേ പ്രോസസ്സിനെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു വീഡിയോ മെഡിറ്റേഷൻ ഇപ്പോൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. മൈൻഡ്ഫുൾനെസ് ഓഫ് ബ്രീത്തിങ് എന്നാണ് ആ മെഡിറ്റേഷന്റെ പേര്. ബ്രീത്തിങ് മെഡിറ്റേഷൻ പ്ലേ ചെയ്തോളൂ അഡ്മിൻ. ഫോർ ഹാപ്പി ലൈഫ് മൈൻഡ്ഫുൾ ബ്രീത്തിങ് പ്രാക്ടീസിലേക്ക് സ്വാഗതം. പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുൻപായി ചെയ്യേണ്ട ചില തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈൻഡ്ഫുൾ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുവാൻ ആദ്യം തന്നെ സുഖപ്രദമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് നിലത്തോ ഓഫീസ് ചെയറിലോ സോഫയിലോ ഇരിക്കുകയോ നിവർന്ന് കിടക്കുകയോ ചെയ്യാം. നിങ്ങളുടെ തലയും കഴുത്തും നട്ടെല്ലിനോട് ലംബമായി നിലനിർത്തുക. ശേഷം നിങ്ങളുടെ തോൾ അയച്ചിടുക. ഇപ്പോൾ നിങ്ങളുടെ മുഖവും ശരീരവും പൂർണ്ണമായും റിലാക്സ്ഡ് ആണ്. പതുക്കെ കണ്ണുകൾ അടയ്ക്കുക. നിറഞ്ഞ പുഞ്ചിരി നിലനിർത്തുക. നിങ്ങൾ വായു ഉള്ളിലേക്കെടുക്കുമ്പോഴുള്ള ശ്വാസവും പുറത്തേക്ക് വിടുമ്പോഴുള്ള ഉച്ഛ്വാസവും തിരിച്ചറിയുന്നതിനുള്ള വ്യായാമമാണിത്. നിങ്ങൾ ശ്വസിക്കുമ്പോൾ ശ്വസനവായുവിനെ നിങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങൾ ഉച്ഛ്വസിക്കുമ്പോൾ നിങ്ങളുടെ ഉച്ഛ്വാസവായുവിനെ പൂർണ്ണമായും തിരിച്ചറിയുന്നു. ഇനി നിങ്ങളുടെ ശ്വസനത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്വാഭാവികമായ ശ്വസനം നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശ്വസനഗതിയെ മനസ്സിലാക്കുന്നു. ഉച്ഛ്വാസവായുവിന്റെ ഗതി മനസ്സിലാക്കുന്നു. നിങ്ങൾ ശ്വസനം നിയന്ത്രിക്കേണ്ടതില്ല. ഇനി മൈൻഡ്ഫുൾ ഫോർ ഹാപ്പി ലൈഫ് ഗൈഡഡ് മൈൻഡ്ഫുൾ ബ്രീത്തിങ് പ്രാക്ടീസിന്റെ നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും അത് കൃത്യമായി പിന്തുടരുകയും ചെയ്യുക. ശ്വസിക്കുക. ശ്വസനവായു അനുഭവിച്ചറിയുക. ഉച്ഛ്വസിക്കുക. ഉച്ഛ്വാസവായു അനുഭവിച്ചറിയുക. ശ്വസിക്കുക. ഞാൻ എൻ്റെ ശ്വസനം മനസ്സിലാക്കുന്നു. ഉച്ഛ്വസിക്കുക. ഞാൻ എൻ്റെ ഉച്ഛ്വാസം മനസ്സിലാക്കുന്നു. ശ്വസിക്കുക. വായു നിങ്ങളുടെ മൂക്കിലേക്ക് എത്തുന്നു. അത് പുറന്തള്ളുന്നു. ശ്വസിക്കുക. ഉച്ഛ്വസിക്കുക. ശ്വസിക്കുക.
ഉച്ഛ്വസിക്കുക. ശ്വസിക്കുക, ഉച്ഛ്വസിക്കുക. ശ്വസിക്കുക. വായു നിങ്ങളുടെ മൂക്കിലേക്ക് എത്തുന്നു. നിങ്ങളുടെ വയറിന്റെ ചലനം ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്വസിക്കുമ്പോൾ അത് ഉയരുകയും ഉച്ഛ്വസിക്കുമ്പോൾ അത് താഴുകയും ചെയ്യുന്നു. ശ്വസിക്കുക, ഉച്ഛ്വസിക്കുക. നിറഞ്ഞ പുഞ്ചിരി നിലനിർത്തുക. ശ്വസിക്കുക, ഞാൻ ശ്വസിക്കുന്നു. ഉച്ഛ്വസിക്കുക, ഞാൻ ഉച്ഛ്വസിക്കുന്നു. ശ്വസിക്കുക, ഉച്ഛ്വസിക്കുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുക, പുറത്തേക്ക് വിടുക. ശ്വസിക്കുക, ഉച്ഛ്വസിക്കുക. ശ്വസിക്കുക, ഉച്ഛ്വസിക്കുക. ശ്വസിക്കുക, ഉച്ഛ്വസിക്കുക. നിങ്ങളുടെ കൈകൾ വയറിന് മുകളിൽ വയ്ക്കുക. ശ്വസിക്കുമ്പോൾ അത് ഉയരുന്നതും ഉച്ഛ്വസിക്കുമ്പോൾ അത് താഴുന്നതും മനസ്സിലാക്കുന്നു. ശ്വസിക്കുക, വയർ വികസിക്കുന്നു. ഉച്ഛ്വസിക്കുന്നു, വയർ ശോഷിക്കുന്നു. വികസിക്കുന്നു, ശോഷിക്കുന്നു, ഉയരുന്നു, താഴുന്നു. ശ്വസിക്കുന്നു, വയർ വികസിക്കുന്നു. ഉച്ഛ്വസിക്കുന്നു, വയർ ശോഷിക്കുന്നു. വികസിക്കുന്നു, ശോഷിക്കുന്നു, ഉയരുന്നു, താഴുന്നു. നിങ്ങൾ മൃദുത്വം തിരിച്ചറിയുന്നു. നിങ്ങൾ ഉന്മേഷം തിരിച്ചറിയുന്നു. തികഞ്ഞ ശാന്തത തിരിച്ചറിയുന്നു. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം ആസ്വദിക്കുക. വളരെ പതുക്കെ കണ്ണു തുറക്കുക. Okay. Okay, admin. Okay.
ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഈ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾ ബ്രീത്തിങ് മെഡിറ്റേഷൻ? എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇപ്പോ ഇനി അടുത്ത മെഡിറ്റേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ മൈൻഡ്ഫുൾ ബ്രീത്തിങ് മെഡിറ്റേഷൻ ഇപ്പൊ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത ബോഡി സ്കാൻ മെഡിറ്റേഷൻ. അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് കൊണ്ട് നമുക്ക് നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ പറ്റും, നമ്മുടെ ആൻസൈറ്റി കുറയ്ക്കാൻ പറ്റും, നമ്മുടെ ഹെൽത്ത് ടു ഇംപ്രൂവ് അവർ ഹെൽത്ത് നമ്മുടെ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ക്ലാരിറ്റി, നമ്മുടെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ നെഗറ്റീവ് തിങ്കിങ്സ്, ഈ പറഞ്ഞ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ നെഗറ്റീവ് തിങ്കിങ്സിനെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഈ മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ് പ്രാക്ടീസ് നിങ്ങൾ ഡെയിലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 10 മിനിറ്റ് മോർണിംഗ് നിങ്ങൾക്ക് ചെയ്യാം, ആഫ്റ്റർനൂൺ ചെയ്യാം, ഈവനിങ് ചെയ്യാം, എനി ടൈം ബിഫോർ സ്ലീപ്പ് യു ക്യാൻ. എപ്പോഴാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ആൻഡ് യു ജസ്റ്റ് ഇതുപോലെ ഹെഡ്സെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങളിത് ഈ ഇൻസ്ട്രക്ഷൻസ് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, മൈൻഡ്ഫുൾനെസ് ഈസ് വെരി ഈസി ടു ഡു, ബട്ട് ടു റിമെമ്പർ ടു ബി മൈൻഡ്ഫുൾ ഈസ് വെരി ഡിഫിക്കൽട്ട്. വളരെ ഈസിയാണ് ഈ പ്രാക്ടീസ്. നമ്മുടെ ജസ്റ്റ് നമ്മുടെ ബ്രെത്തിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമാവുന്നത് നമുക്ക് ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്തതാണ് അല്ലെ. പക്ഷെ ഇത് ഓർത്തുകൊണ്ട് ചെയ്യാനാണ് ഭയങ്കര. എവറി ടൈം ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളത് മറന്നിട്ടുണ്ടാവാം, ഈ പ്രാക്ടീസിനെ കുറിച്ച് മറന്നിട്ടുണ്ടാവാം, ഇങ്ങനെ ഒരു കാംനെസ് കിട്ടുന്ന ഒരു ടെക്നിക്കെ കുറിച്ച് നമ്മൾ മറന്നിട്ടുണ്ടാവും. നമ്മൾ പിന്നെയും ലോസ്റ്റ് ഇൻ തോട്ട്, നമ്മൾ ചിന്തയിൽ മുഴുകി പോയിട്ടുണ്ടാവും, നമ്മൾ എങ്ങനെ ട്രാവൽ ചെയ്ത് പോയിട്ടുണ്ടാവും. ആ പോകുന്ന സമയത്ത് ഒന്ന് റിമൈൻഡ് ചെയ്യുക, കം ബാക്ക് ടു ബ്രെത്ത്. ഓക്കെ, ബ്രീത്തിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു, നമ്മുടെ ഇൻഹലേഷൻ എക്സലേഷനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ കൗണ്ട് ചെയ്യാം. ഇൻഹേൽ ചെയ്യുന്നത് ഇൻ ഔട്ട് 1, ഇൻ ഔട്ട് 2, അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാം. ഏത് സമയത്തും വളരെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഹാപ്പിനെസ് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ പല ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മൾ ഒരുപാട് പൈസ ചെലവാക്കി പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ശരീരത്തിൽ തന്നെ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെയുള്ള ഈ ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ള ഒരു ടെക്നിക്ക് നമ്മൾ ഓർത്തിരുന്നാൽ മതി. വേറെ എവിടെയും നമ്മൾ പോകേണ്ട ഹാപ്പിനെസ്സിന് വേണ്ടി ജസ്റ്റ് നമ്മുടെ ബ്രീത്തിങ്ങിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാന്ന് മാത്രം നമ്മൾ ചെയ്താൽ മതി. നമ്മുടെ ഹാപ്പിനെസ് ഇൻക്രീസ് ആവും, നമ്മുടെ പോസിറ്റീവ് തോട്ട്സ് നമുക്ക് വരും. ഹാപ്പി മൈൻഡിൽ മാത്രമേ നമുക്ക് ഈ പോസിറ്റീവ് തോട്ട്സ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അൺഹാപ്പി, ഫ്രസ്ട്രേറ്റഡ്, നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടെങ്കിൽ എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് ആണ് കൂടുതലും അവിടെ വരിക. നിങ്ങൾക്കറിയോ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു ദിവസം 60,000 തോട്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതിൽ 95% ഓഫ് തോട്ട്സും യെസ്റ്റർഡേസ് തോട്ട്സ് ആയി. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ചില ക്വാളിറ്റീസ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഈ മൈൻഡ്ഫുൾനെസ്, ലവിങ് കൈൻഡ്നെസ്, കമ്പാഷൻ, ഇങ്ങനത്തെ പോസിറ്റീവ് ആയിട്ടുള്ളത് നമ്മൾ കൂടുതൽ അതിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം. എങ്കിൽ മാത്രമേ അത് വളരുള്ളൂ. ആദ്യം പറഞ്ഞ കഥയിൽ പോലെ പാടത്ത് വീഡ്സ് ആണ് കൂടുതൽ വരിക, കളയാണ് ഏറ്റവും കൂടുതൽ വരിക. അതിന് ഒന്നും വളമോ ഒന്നും ഇടണ്ട. പോസിറ്റീവ് ആയിട്ടുള്ള നെൽകൃഷി ചെയ്യണമെങ്കിൽ പോലും, ആ നെല്ല് വളരണമെങ്കിൽ പോലും നമ്മൾ വളമിടണം, അതിന് സമയം നോക്കണം, അതിന് വെള്ളം വേണം. അങ്ങനെ വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ അതുള്ളൂ. പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ക്വാളിറ്റീസിനും നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനാണ് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസ് നമ്മൾ എന്നും ഡെയിലി ചെയ്യണമെന്ന് പറയുന്നത്. ഒരു 3 ദിവസം ചെയ്തു, 10 ദിവസം ചെയ്തു, അത് വിട്ടു കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾക്ക് ഈ നെഗറ്റീവ് ആണ് കൂടുതൽ വരിക. പോസിറ്റീവ് തോട്ട്സ് ആണ് നിങ്ങൾ കൾട്ടിവേറ്റ്. നിങ്ങൾ ആദ്യം ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ, നൗ ഐ എം ഗോയിങ് ടു ബി എ മൈൻഡ്ഫുൾ പേഴ്സൺ. മൈൻഡ്ഫുൾനെസ് കൊണ്ട് എന്റെ നെഗറ്റീവ് തോട്ട്സിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ സ്ട്രോങ് ഡിറ്റർമിനേഷൻ എടുത്ത് എവറി ഡേ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾ അതിനു വേണ്ടി മാറ്റിവെക്കണം. ഇറ്റ് ഈസ് നിങ്ങൾക്ക് മാത്രമല്ല ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുക. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾ ഹാപ്പി ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്കും നിങ്ങളെ ഹാപ്പി ആക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ അൺഹാപ്പി ആണെങ്കിൽ ചുറ്റുപാടുമുള്ളവരെ നിങ്ങൾക്ക് അൺഹാപ്പി ആക്കാൻ ഈസിയാണ്. അത് വളരെ ഈസിയാണ്. നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണ്, നിങ്ങൾ വളരെ ആങ്കർ ആണ്, നെഗറ്റീവ് ഇമോഷൻസ് കൂടുതലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് പെട്ടെന്ന് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കൊലീഗ്സിനോ അത് പെട്ടെന്ന് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അതേസമയം നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ അതിന്റെ ഹാപ്പിനെസ്സിനെ സ്പ്രെഡ് ചെയ്യാൻ വളരെ സമയമെടുക്കും. പക്ഷെ
കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്ത്, മൈൻഡ്ഫുൾനെസ് കൾട്ടിവേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾ ഹാപ്പി പേഴ്സൺ ആവും. ഹാപ്പി പേഴ്സൺ ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ കണ്ട് മറ്റുള്ളവർ മാറാൻ തുടങ്ങും. മനസ്സിലായോ? ആദ്യമൊക്കെ കുറച്ച് റിജക്ഷൻ ഉണ്ടാവാം, പക്ഷെ നിങ്ങളുടെ ഹാപ്പിനെസ്സും നിങ്ങളുടെ പോസിറ്റീവ് എനർജിയും നിങ്ങളുടെ പോസിറ്റീവ് തോട്ട്സ് ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർ നിങ്ങളിലേക്ക് അട്രാക്ഷൻ വരും. അതാണ് യഥാർത്ഥ റിയൽ ഹാപ്പിനെസ്. അതാണ് നമ്മുടെ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ മൈൻഡ്ഫുൾനെസ് ഇംപ്രൂവ്സ് യുവർ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത മെഡിറ്റേഷനെ പറ്റി ഞാൻ പറഞ്ഞു. ഇതൊരു ടെക്നിക്കാണ്, മൈൻഡ്ഫുൾനെസ് ബ്രീതിങ് മെഡിറ്റേഷൻ നമ്മളിപ്പോൾ കഴിഞ്ഞു. ഇനി അടുത്ത ടെക്നിക്ക് എന്ന് ബോഡി സ്കാൻ മെഡിറ്റേഷൻ ആണ്. നമ്മുടെ ഫോക്കസ് നമ്മളെ ബ്രീത്തിങ്ങിൽ കൊണ്ടുവന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ഫോക്കസ് കൊണ്ടുവരിക. നമ്മുടെ അറ്റൻഷൻ നമ്മുടെ ശരീരത്തിലുള്ള കാൽപാദം മുതൽ ശിരസ് വരെ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ സെൻസേഷൻസ്, ബോഡി സെൻസേഷൻ ഉണ്ടോ അതെല്ലാം നമ്മൾ തിരിച്ചറിയാം. ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ നമ്മൾ മൈൻഡ് വാണ്ടറിങ് കൂടുതലാണെങ്കിൽ നമ്മുടെ കാലിലെ വേദനയോ അല്ലെങ്കിൽ ശരീരവേദനയോ ഒരു അൾട്ടിമേറ്റ് ആവുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുള്ളൂ, അല്ലാതെ നമ്മളത് ശ്രദ്ധിക്കില്ല. നമ്മുടെ ബോഡി പാർട്സിനെ മൊത്തമായി നമ്മൾ സ്കാൻ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ശരീരം എങ്ങനെയുണ്ട് അതിന്റെ സെൻസേഷൻസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാ ബോഡി പാർട്സ് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പലരും ഈ ബോഡി സ്കാൻ മെഡിറ്റേഷൻ എന്റെ സെന്ററിൽ നമ്മുടെ സെന്ററിൽ വന്ന് കഴിയുമ്പോൾ പറയും, സാർ എനിക്ക് വയറിലൊരു വേദനയുണ്ട്, എന്റെ കാലിന്റെ ഇവിടെ ഒരു വേദനയുണ്ട്, ഈ മെഡിറ്റേഷൻ ചെയ്തത് കൊണ്ടാണ് ഈ വേദന വന്നത് ചോദിക്കും. യഥാർത്ഥത്തിൽ അയാൾ കൂടുതൽ ചിന്തിക്കുന്നത് കൊണ്ട് അയാളുടെ ശരീരത്തിലെ വേദന പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഈ ബോഡി സ്കാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്, ഓക്കെ, എന്റെ വയറിന്റെ ഭാഗത്ത് ഇവിടെ ഒരു വേദനയുണ്ട്, അതൊന്ന് ഡോക്ടർ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ കാലിന്റെ മസിൽസിനൊക്കെ ഭയങ്കര പെയിൻ ഉണ്ട് എന്ന് അയാൾക്ക് അപ്പോഴാണ് അറിയുന്നത്. നമ്മുടെ തോട്ട്സ്, ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദി പവർ ഓഫ് തോട്ട്സ്. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെങ്കിലും അതിന് വളരെ പവർ ഉണ്ട്. നമ്മളെ കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെയും എല്ലാം കൺട്രോൾ ചെയ്യാൻ ഈ തോട്ട്സിന് ഭയങ്കര ശക്തിയാണ്. ഈ തോട്ട്സ് ആണ് നമ്മളുടെ എമോഷൻസിനെ ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഈ ബോഡി സ്കാൻ മെഡിറ്റേഷൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ എമോഷണൽ ഇന്റലിജൻസിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കും. എമോഷണൽ ഇന്റലിജൻസ് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ എമോഷൻസിനെ തിരിച്ചറിയുക. മൊമെന്റ് നിങ്ങളെ ആങ്കർ ആണ് നിങ്ങളുടെ എമോഷൻ എങ്കിൽ, നിങ്ങൾക്ക് ദേഷ്യമാണ് പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ, ഈ ബോഡി സ്കാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അയാളുടെ മനസ്സിൽ ആങ്കർ എന്ന എമോഷൻ പുറത്തേക്ക് വരുന്നു എന്ന് മനസ്സിലാകും. അതേപോലെ നിങ്ങൾ ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ എമോഷണൽ ഇന്റലിജൻസിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എമോഷൻസിനെ മാത്രമല്ല നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുക, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ എമോഷൻസിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ആ വ്യക്തി എന്ത് എമോഷൻസിലാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫാമിലി ലൈഫിലാണെങ്കിൽ, ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ, പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞപ്പോൾ വൈഫിന് പെട്ടെന്ന് ദേഷ്യം വരികയാണെങ്കിൽ ഹസ്ബൻഡിന് തിരിച്ചറിയാൻ പറ്റുകയാണ് വൈഫിന് ഇപ്പോൾ ദേഷ്യം വരികയാണ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മൊമെന്റില് അദ്ദേഹത്തിന് ആ സ്പീച്ചിൽ അയാൾക്ക് മാറ്റാൻ പറ്റും. ആ ആങ്കറിനെ കാം ചെയ്യുന്ന ഒരു സ്പീച്ച് കൊടുത്തുകൊണ്ട് ആ ആങ്കറിനെ കുറയ്ക്കാൻ പറ്റും. അതേസമയം നമ്മൾ ലോസ്റ്റ് ഇൻ തോട്ട് ആണ് വെച്ചോ, നമ്മുടെ കാഴ്ചപ്പാടിലും പെർസെപ്ഷനിലും അല്ലെങ്കിൽ അതിൽ സ്ട്രോങ് ആണ്, നമ്മുടെ തോട്ട്സിൽ സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ ആങ്കർ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഹസ്ബൻഡ് ആങ്കർ പ്രൊഡ്യൂസ് ചെയ്യും, വൈഫ് ഡബിൾ ആങ്കർ ആയിരിക്കും, അവിടെ നിന്ന് ഇമോഷൻസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു മൃഗം, നമ്മളിപ്പോ സൂല് കാണുന്ന ഒരു സിംഹമാണെങ്കിൽ അതിന്റെ ഫേസ് വളരെ ക്രൂവലായിട്ട്, അതിന് ദേഷ്യത്തോടെ അതിന്റെ മുഖം നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലും എന്തായിരിക്കും ഉണ്ടാവുക? നമ്മുടെ ഫേസിലും അതേ ദേഷ്യമായിരിക്കും നമ്മുടെ മുഖത്തും ഉണ്ടാവുക. അല്ലെങ്കിൽ ആ അനിമല് കാണിക്കുന്ന അതേ തന്നെയായിരിക്കും അതിന്റെ എരയും കാണിക്കുക. മറ്റു മൃഗങ്ങളും ഈ മൃഗത്തിനെ കോപ്പി ചെയ്യും. അത് ആങ്കറായി നിൽക്കുന്ന സിംഹമാണെങ്കിൽ മറ്റു മൃഗങ്ങളും ആങ്കർ കാണിക്കും, അറ്റ്ലീസ്റ്റ് എതിർക്കാൻ വേണ്ടി കാണിക്കും, ആ മുഖത്തത് പ്രകടമാവും. ഓക്കെ, ഇതേ സൂവിലുള്ള സിംഹത്തിനെ നമ്മൾ പോകുമ്പോൾ വളരെ കാം ആൻഡ് റിലാക്സ് ആയിട്ട് അത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വളരെ കാം ആൻഡ് ക്യൂട്ടായിട്ട് അവിടെ കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മുടെ മുഖത്തും ആ ആങ്കർ ഒന്നും ഉണ്ടാവില്ല, നമ്മളും കാം ആൻഡ് ക്വൈറ്റ് ആയിരിക്കും. വീട്ടിൽ വളർത്തുന്ന പൂച്ചയെ വരെ നമുക്ക് നോക്കാം. ആ ഒരു പൂച്ചയെ ട്രിഗർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും.
ഒരു പൂച്ച ഒന്ന് ദേഷ്യപ്പെട്ടുമ്പോഴാണ് അടുത്ത പൂച്ചയോ അല്ലെങ്കിൽ നായോ അതേ എമോഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. യു ഗോട്ട് ഇറ്റ്. സിമിലർലി നമ്മുടെ പോസിറ്റീവ് ഇമോഷൻസിനും അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ടാണ് നമ്മൾ വീട്ടിൽ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതെങ്കിൽ സെയിം നമുക്ക് അതിന്റെ ഒരു 5% എങ്കിലും നമുക്ക് തിരിച്ചു കിട്ടും. അത് റെഗുലർ ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ വീട്ടിലോ അല്ലെങ്കിൽ ആ ഓഫീസിലോ ആ ചുറ്റുപാടോ വളരെ കാം ആൻഡ് ഹാപ്പി ആയിരിക്കും ഉണ്ടാവുക. സോ ദാറ്റ് വി ഹാവ് ടു കൾട്ടിവേറ്റ് ഇറ്റ്, വി ഹാവ് ടു ട്രെയിൻ അവർ മൈൻഡ്. അല്ലാതെ ഇത് ഒരിക്കലും പറ്റില്ല. ഒരു ദിവസം ചെയ്തുകൊണ്ടൊന്നും ഇത് പറ്റില്ല. നമ്മൾ റെഗുലർ ആയിട്ടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റും നമ്മുടെ പ്രാക്ടീസും കൊണ്ട് മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ഹാപ്പി വേൾഡിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ബോഡി സ്കാൻ മെഡിറ്റേഷൻ വഴി നമ്മുടെ എമോഷണൽ ഇന്റലിജൻസിന് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ ബോഡി നമ്മുടെ എമോഷൻസ് നമ്മുടെ ബോഡിയിൽ അതെല്ലാം ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്ത് എമോഷൻസ് വന്നാലും ഏതെങ്കിലും ഒരു ബോഡി പാർട്സിലും കൂടെ അതിന്റെ പാർട്ട് ഉണ്ട്, അതില് റോൾ ഉണ്ട്. ആ ബോഡി സെൻസേഷൻസിനെ എല്ലാം നമ്മൾ കാം ചെയ്യാൻ പോകണം ഈ ബോഡി സ്കാൻ മെഡിറ്റേഷൻ വെച്ചിട്ട്. അപ്പൊ കാൽപാദം മുതൽ ശിരസ് വരെ നമ്മൾ ബോഡി സ്കാൻ ചെയ്യണം. ഈ ബോഡി സ്കാൻ വന്നാൽ നമ്മൾ ഫോട്ടോ കോപ്പി മെഷീൻ പോലെ ജസ്റ്റ് അവിടെ വെക്കുന്നു, ഫോട്ടോ കോപ്പി വെക്കുന്നു, ആ സ്കാനർ വന്ന് ഇങ്ങനെ സ്കാൻ ചെയ്യുന്ന പോലെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ മുഴുവനായി സ്കാൻ ചെയ്യാം. അതാണ് ബോഡി സ്കാൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അഡ്മിൻ പ്ലീസ് പ്ലേ ബോഡി സ്കാൻ മെഡിറ്റേഷൻ. അഡ്മിൻ മൈൻഡ്ഫുൾ ഫോർ ഹാപ്പി ലൈഫ് ബോഡി സ്കാൻ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം. ഈ ബോഡി സ്കാൻ മെഡിറ്റേഷൻ നിങ്ങളെ വളരെ ആഴത്തിലുള്ള റിലാക്സേഷൻ സ്റ്റേറ്റിലേക്ക് എത്തുവാൻ സഹായിക്കുന്നു. എക്സസൈസ് പൂർണ്ണമായും തീരുന്നതുവരെ ഉണർന്നിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ബോധപൂർവമായി റിലാക്സ് ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല. അത് നിങ്ങളിൽ പിരിമുറുക്കം ഉണ്ടാക്കാം. വിമർശനപരവും നിരൂപണപരവുമായ ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ അതൊക്കെ മാറ്റിവെച്ച് മനസ്സിന്റെ പ്രവർത്തനത്തിൽ ശ്രദ്ധ പതിപ്പിക്കുക. എക്സസൈസിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. നിരപ്പായ തറയിൽ നിവർന്നു കിടക്കുക. ശരീരത്തിന്റെ ഇരുഭാഗങ്ങളിലായി ഉള്ളം കൈ മുകളിലേക്ക് വരുന്ന വിധം കൈകൾ നിവർത്തി വയ്ക്കുക. കാലുകൾ തമ്മിൽ ചെറിയ അകലം പാലിക്കാം. അല്പം സമയം അനങ്ങാതെ കിടക്കുക. ഈ സമയം ബോഡി സ്കാൻ മെഡിറ്റേഷനു വേണ്ടി മാറ്റിവെച്ചതിന് സ്വയം അഭിനന്ദിക്കുക. ശരീരത്തെയും മനസ്സിനെയും തൊട്ടറിഞ്ഞ് ഒരു ആത്മപരിശോധന നടത്തുക. നിങ്ങളുടെ ശാരീരിക മാനസിക അവസ്ഥകളും ചിന്തകളും നിലനിർത്തി ഒരു തികഞ്ഞ ആത്മപരിശോധന നടത്തുക. നിങ്ങൾ തയ്യാറാകുന്ന പക്ഷം നിങ്ങളുടെ ശ്രദ്ധ ശ്വാസോച്ഛ്വാസത്തിലേക്ക് പതിപ്പിക്കുക. ശ്വസനത്തെക്കുറിച്ച് ബോധവാനാവുക. സ്വാഭാവികമായി ശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ മൂക്കിന്റെ തുമ്പത്തോ വയറിലോ പതിപ്പിക്കുക. നിങ്ങൾ ശ്വസിക്കുന്നു. ബോധപൂർവം ശ്വസിക്കുന്നു. നിങ്ങൾ ഉച്ഛ്വസിക്കുന്നു. ബോധപൂർവം ഉച്ഛ്വസിക്കുന്നു. ചിലപ്പോൾ ശ്രദ്ധ മറ്റു പലതിലേക്കും വഴുതി മാറാം.
ഇത് മനസ്സിലായാൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ശ്രദ്ധ ശ്വാസോച്ഛ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. ബോധപൂർവം ശ്വസിക്കുക, നിശ്വസിക്കുക. വളരെ പതുക്കെ ശ്രദ്ധ ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് ബോഡിയിലേക്ക് കൊണ്ടുവരിക. ബോഡി സ്കാൻ മെഡിറ്റേഷൻ ആരംഭിക്കുന്നു. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്രദ്ധ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. തറയിലോ കിടക്കയിലോ പതിക്കുന്ന നിങ്ങളുടെ ശരീരഭാരം തിരിച്ചറിയുക. നിങ്ങൾ കിടക്കുന്ന പ്രതലം, നിങ്ങളുടെ മുതുകും കൈകാലുകളും എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുവെന്ന് തിരിച്ചറിയുക. അല്പം സമയം ആഴത്തിൽ ശ്വസിക്കുക. ആഴത്തിൽ ശ്വസിച്ച് കൂടുതൽ ഓക്സിജൻ നൽകി ശരീരത്തെ ഉത്തേജിപ്പിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ അനുഭവിക്കുന്ന റിലാക്സേഷൻ തിരിച്ചറിയുക. നിങ്ങളുടെ കാൽപാദങ്ങൾ ശ്രദ്ധിക്കുക. അതിലുള്ള സെൻസേഷൻസ് തിരിച്ചറിയുക. അതിന്റെ ഭാരം, സമ്മർദ്ദം, ചെറുചലനങ്ങൾ, ചൂട് എല്ലാം തിരിച്ചറിയുക. നിങ്ങളുടെ ഇടത്തെ കാൽ മുഴുവനായും സ്കാൻ ചെയ്യുക. ഇടത്തെ കാൽപാദം, മുട്ട്, തുട, ഇടുപ്പ്. ഇനി വലത്തെ കാൽ സ്കാൻ ചെയ്യുക. കാൽപാദം, മുട്ട്, തുട, ഇടുപ്പ്. വയറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധ പതിപ്പിക്കുക. വയറിൽ വലിച്ചിലോ മുറുക്കമോ അനുഭവപ്പെട്ടാൽ അത് അയക്കാൻ ശ്രമിക്കുക. ശ്വസിക്കുക. ശ്രദ്ധ നെഞ്ചിലേക്ക് കൊണ്ടുവരിക. ഹൃദയത്തിലേക്കും ശ്വാസകോശത്തിലേക്കും. ഇനി ഇടത്തെ കൈവിരലുകളുടെ അകം ശ്രദ്ധിക്കുക. കൈയിൽ വലിച്ചിലോ മുറുക്കമോ അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് അയക്കുക. ശ്രദ്ധ മുകളിലേക്ക് കൊണ്ടുപോവുക. കൈത്തണ്ട്, കൈമുട്ട്, അതിന്റെ മുകൾ ഭാഗം. ഇനി വലത്തെ കൈവിരലുകളുടെ അകം ശ്രദ്ധിക്കുക. കയ്യിൽ വലിച്ചിലോ മുറുക്കമോ അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് അയക്കുക. കഴുത്തും തൊണ്ടയും ശ്രദ്ധിക്കുക. അവയും അയച്ചിടുക. റിലാക്സ് ചെയ്യുക.
അയച്ചിടുക. മുഖവും മുഖത്തെ പേശികളും അയച്ചിടുക. ഇനി ശരീരം മുഴുവനായി ശ്രദ്ധിക്കുക. ശ്വസിക്കുക. ശരീരത്തെ ഏറ്റവും മികച്ച രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശ്വസിക്കുക. ബോഡി സ്കാനിന്റെ അവസാനത്തോടടുക്കുന്ന ഈ വേളയിൽ ഇതിനായി സമയം മാറ്റിവെച്ചതിന് നിങ്ങൾ സ്വയം അഭിനന്ദിക്കുക. ഇതൊരു സ്നേഹം നിറഞ്ഞ പ്രവൃത്തിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ ജീവജാലങ്ങൾക്കും ശാന്തി ലഭിക്കട്ടെ. നിങ്ങൾ റെഡിയാകുമ്പോൾ മെല്ലെ കണ്ണുകൾ തുറക്കുക. Okay, admin. Okay. അപ്പൊ നമ്മള് രണ്ട് മെഡിറ്റേഷൻ ആണ് ഇപ്പൊ പ്രാക്ടീസ് ചെയ്തത്. മൈൻഡ്ഫുൾ ബ്രീത്തിങ് മെഡിറ്റേഷനും ബോഡി സ്കാൻ മെഡിറ്റേഷൻ. നല്ല ഉറക്കത്തിന് ബോഡി സ്കാൻ മെഡിറ്റേഷൻ വളരെ നല്ലതാണ്. ഇത് പലപ്പോഴും പലരും ഈ മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ഉറക്കം കിട്ടി. ആൻഡ് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഈസ് ഓൾസോ വെരി ഗുഡ്. ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്ന സ്വഭാവമുള്ളവർക്കാണെങ്കിൽ ഈ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തേക്ക് ഇപ്പൊ നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു ആഫ്റ്റർ 3 or 4 ഡേയ്സിലാണ് ഇതിന്റെ റിസൾട്ട് ശരിക്കും വരിക. ഒരു 4 ഡേയ്സ് കഴിഞ്ഞാൽ യു വിൽ സ്റ്റാർട്ട് സ്ലീപ്പിംഗ്. കണ്ടിന്യൂസ് സ്ലീപ്പ് നമുക്ക് കിട്ടും. ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഒരു കണ്ടിന്യൂസ് സ്ലീപ്പ് നമുക്ക് ഈ ബോഡി സ്കാൻ മെഡിറ്റേഷൻ ചെയ്യുന്നവരിൽ കാണാൻ അവരുടെ എക്സ്പീരിയൻസ് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ ചില നൈറ്റ് ഷിഫ്റ്റ്, അതുപോലെ മറ്റേ ഉറക്കം പേഷ്യൻസിന്റെ കൂടെ ഇരിക്കുന്ന പാരന്റ്സ് വയസ്സായ അവർ ഇടയ്ക്കിടയ്ക്ക് രാത്രി എണീക്കുന്നു, അപ്പൊ ഉറക്കം ഡിസ്റ്റർബ് ആവുന്നു, അല്ലെങ്കിൽ ചെറിയ കുട്ടികളുള്ള അമ്മമാര്, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ ബോഡി സ്കാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. എന്താണോ ഞാൻ ചില ദിവസങ്ങൾ നമുക്ക് 4 മണിക്കൂറേ ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ 4 മണിക്കൂറിൽ നമുക്ക് വളരെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഉണ്ടാവും. നമുക്ക് 8 മണിക്കൂറിൽ കിട്ടുന്ന അല്ലെങ്കിൽ 6 മണിക്കൂർ കിട്ടുന്ന ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് നമുക്ക് 4 മണിക്കൂറിൽ തന്നെ കിട്ടും ഈ മെഡിറ്റേഷൻ എല്ലാം ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അപ്പോ നിങ്ങള് ഇതും നിങ്ങളുടെ ഡെയിലി പ്രാക്ടീസിലെ ഒരു ഭാഗമായി മാറട്ടെ ഈ ബോഡി സ്കാൻ മെഡിറ്റേഷനും. ഇതിന്റെ എല്ലാ വീഡിയോസും ഞാൻ നമ്മുടെ ഫോക്ക് കുവൈത്തിലെ ഉള്ള മെമ്പേഴ്സിന് ഞാൻ ഷെയർ ചെയ്യാം. അതെല്ലാം അവര് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പിലും അവർ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി 3ാമത്തെ മെഡിറ്റേഷനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചു, 2 മെഡിറ്റേഷൻ പഠിച്ചു. പക്ഷേ ഒരു സെൽഫ് ലവ് ഇല്ലാതെ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ സ്വയം സ്നേഹിക്കാതെ നമുക്ക് തന്നെ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെഡിറ്റേഷൻസ് എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുള്ളൂ. ഒരു സെൽഫ് കമ്പാഷൻ, ഒരു സെൽഫ് ലവ് നമുക്ക് ഉണ്ടാവണം. അതിനെ കുറിച്ചാണ് അതിനെക്കുറിച്ചുള്ള മെഡിറ്റേഷനെ കുറിച്ചാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. അതിന്റെ പേരാണ് ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ എന്ന് പറയും. ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ചില വേർഡ്സ്, ചില ഫ്രേസസ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫ്രേസസ് നമുക്ക് കൊടുക്കുകയാണ്, നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുകയാണ്. അതായത് ഐ ആം ഹാപ്പി, ഐ ആം ഹെൽത്തി പേഴ്സൺ, ഐ ആം ഫ്രീ ഫ്രം സഫറിങ് എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് ഫ്രേസസ് നമുക്ക് തന്നെ കൊടുക്കുക. ഓക്കെ, ആദ്യം സെൽഫ് ലവ്. നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റൂ. ഒരു ചെറിയൊരു കഥയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ എന്താണെന്ന് മനസ്സിലാവും. ഒരു ഗ്രാമത്തിൽ അവിടെ
ഷുഗർ, പഞ്ചസാര എന്ന സാധനം അവൈലബിൾ ആയിരുന്നില്ല. എല്ലാ സ്ഥലത്തും കൊടുത്തിട്ട് പഞ്ചസാര കൊണ്ടുവരുന്ന ലോറിയില് ഈ ഈ വില്ലേജിൽ എത്തുമ്പോ, ആ ഗ്രാമത്തെത്തുമ്പോ വളരെ കുറച്ച് മാത്രമാണ് അവിടെ കിട്ടിയിരുന്നത്. അതുകൊണ്ട് പഞ്ചസാരയുടെ ദൗർലഭ്യം ആ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതലായിരുന്നു. അപ്പോ അവരെല്ലാം കൂടെ ഒരു പ്ലാൻ ചെയ്തു. ഈ പഞ്ചസാര ദൗർലഭ്യം, എല്ലാത്തിനും വേണമല്ലോ, നമുക്ക് പായസം ഉണ്ടാക്കണമെങ്കിൽ പഞ്ചസാര വേണം, ചായ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പഞ്ചസാര വേണം, അങ്ങനെ സ്വീറ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ പഞ്ചസാര വേണം. അപ്പൊ എന്ത് ചെയ്യും എന്ന് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോ അവിടെയുള്ളവരും കൂടി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം മുഴുവൻ. നമുക്ക് ഇവിടെ ഒരു പഞ്ചസാര ഫാക്ടറി തുടങ്ങിയാൽ എന്താണെന്ന് ചോദിച്ചു. ഇവിടെ ഒരു പഞ്ചസാര ഫാക്ടറി നമുക്ക് ഇവിടെ തുടങ്ങിയാൽ നമുക്ക് മറ്റുള്ളവർക്ക് സപ്ലൈ ചെയ്യാലോ പഞ്ചസാര. അപ്പൊ നമ്മുടെ ഗ്രാമത്തിൽ മുഴുവനായിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര അവൈലബിൾ ആയിരിക്കും. നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഈ പ്രോബ്ലം വരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗ്രാമത്തിൽ അവര് പഞ്ചസാര ഫാക്ടറി തുടങ്ങിയപ്പോൾ വളരെ യഥേഷ്ടം അവിടെ പഞ്ചസാര കിട്ടിയും സ്വീറ്റ്സും പായസവും എല്ലാത്തിനും അവർ യൂസ് ചെയ്യാൻ പറ്റി. ഈ കഥയും ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞാൽ, വി ഓൾവേസ് എക്സ്പെക്ട് ലവ് ഫ്രം അതേഴ്സ്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് സ്നേഹം നമ്മൾ എന്നും പ്രതീക്ഷിക്കും. നമ്മുടെ സ്നേഹം അങ്ങോട്ട് കൊടുക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആ അളവിനെ കുറിച്ച് നമുക്കറിയില്ല. സ്നേഹമില്ലായ്മയാണ് കുറെ ഈ പറയുന്ന നെഗറ്റീവ് തിങ്കിങ്ങിലേക്കോ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസിലേക്കൊക്കെ വരാനുള്ള ഒരു കാരണം. സ്നേഹത്തോടെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, മൊത്തം ഈ വേൾഡ് മുഴുവൻ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, ഇവിടെ ശത്രുക്കളെ ഇല്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, നമ്മുടെ ഇമോഷൻസിനെല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോ വി കനോട്ട് കൺട്രോൾ ദ ഔട്ടർ വേൾഡ്. ഔട്ടർ വേൾഡിനെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, നെഗറ്റീവ് ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ഇന്നർ വേൾഡ്, നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെയെല്ലാം നമുക്ക് ഈ ചുറ്റുപാടിലുള്ള ഏത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അതിനുള്ള ഒരു ട്രെയിനിങ് ആണ് ഈ ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ ആ കഥയിലെ പോലെ ഷുഗർ ഫാക്ടറി ആ ഗ്രാമത്തിൽ കൊണ്ടുവന്നത് പോലെ ലവ് ഫാക്ടറിയാണ് ഇനി നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. നമ്മൾ ലവ് ഫാക്ടറി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാണ് മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആ ദൗർലഭ്യം ഉണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് ഒരു വിഷയമായിരിക്കില്ല. മറ്റുള്ളവരുടെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും യു ബിക്കം ദ ലവ് ഫാക്ടറി. എന്ന് നിങ്ങൾ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോ മറ്റുള്ളവരുടെ സ്നേഹം കുറച്ച് കുറഞ്ഞാലും അത് നിങ്ങൾക്ക് ബാധിക്കില്ല, നിങ്ങൾ ഹാപ്പി ആവും. ഈ ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക് നെഗറ്റീവ് ഇമോഷൻസ് വളരെ കുറവായിരിക്കും. അത് സയൻസ് പറയുന്നുണ്ട്. ഇതിന്റെ സയൻസ് ഓഫ് മൈൻഡ്ഫുൾനെസ് പറയുന്നുണ്ട്. എന്നും ലവിങ് കൈൻഡ്നസ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് ഈ നെഗറ്റീവ് ഇമോഷൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, അതിനൊരു രീതിയുണ്ട്, ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് എങ്ങനെയാണ് ലവിങ് കൈൻഡ്നസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. ലവിങ് കൈൻഡ്നസ് ആദ്യം നമുക്കാണ് ആദ്യം കൊടുക്കേണ്ടത്. സെൽഫ് ലവ് ആണ് ആദ്യം വേണ്ടത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ശരീരത്തിനെ എല്ലാം നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ അത് ഒരു ഹെൽത്തി ആയിട്ടുണ്ടാവൂ. നമ്മുടെ ശരീരത്തിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്, നമ്മുടെ മനസ്സിനോട് നമുക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ആണെങ്കിലും ശരി, അൺഹെൽത്തി ആയിട്ടുള്ള എന്ത് ഹാബിറ്റും നമ്മൾ ശരീരത്തിനും മനസ്സിനും കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഹെൽത്തി ആയിട്ടുള്ള തോട്ട്സും മാത്രമായിരിക്കും നമ്മൾ ഫീഡ് ചെയ്യുക. ബിക്കോസ് യു ആർ ലവിങ് യുവർ ബോഡി ആൻഡ് യുവർ മൈൻഡ്. സെൽഫ് കമ്പാഷൻ, സെൽഫ് ലവ്, ഇതൊക്കെയാണ് നമ്മൾ ഇനി കൾട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് സെൽഫ് ലവ് കൾട്ടിവേറ്റ് ചെയ്തതിനു ശേഷം യു ആർ സ്പ്രെഡിങ് യുവർ സെയിം ലവ് എനർജി ടു അതർ പീപ്പിൾ ഓൾസോ. മറ്റുള്ളവർക്ക് ഇതേപോലെ ഒരു വെൽ വിഷ് നമ്മൾ കൊടുക്കുകയാണ്. മറ്റുള്ളവരുടെ ഹെൽത്തി ആയിരിക്കട്ടെ, മറ്റുള്ളവരും ഹാപ്പി ആയിരിക്കട്ടെ, മറ്റുള്ളവരും സന്തോഷമായിരിക്കട്ടെ, അവർക്കും ആരോഗ്യമായിരിക്കട്ടെ എന്ന് നമ്മൾ ആ വിഷ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. അത് നിങ്ങളുടെ ടീച്ചേഴ്സിന് കൊടുക്കാം, നിങ്ങളുടെ പേരൻസിന് നിങ്ങൾക്ക് ആ വിഷ് കൊടുക്കാം, നിങ്ങളുടെ ഫിലോസഫേഴ്സ്, അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കെല്ലാം കൊടുക്കാം. ഇനി ന്യൂട്രൽ പേഴ്സൺ പറയൂ. ന്യൂട്രൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വ്യക്തികൾക്കും ഈ
ഈ നമ്മുടെ ലവിങ് കൈൻഡ്നെസ് കൊടുക്കണം. കാരണം അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ മാത്രമേ, നമ്മൾ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും നമ്മൾ കൊടുക്കുമ്പോൾ മാത്രമേ അത് പൂർണ്ണമാവുള്ളൂ. കാരണം ഇപ്പോൾ നമുക്കറിയാം, വൺ വേൾഡ് ആണ്. ഒരെവിടെ ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ അത് എല്ലാവിടെയും സ്പ്രെഡ് ആവും. ഒരു രാജ്യത്ത് അൺഹാപ്പിനെസ് ഉണ്ടെങ്കിൽ അത് മൊത്തം സ്പ്രെഡ് ആവും. അപ്പോ നമ്മള് ഒരു ചട്ടക്കൂടില് ഇരിക്കുന്ന പോലെ നമ്മൾ മാത്രം ഹാപ്പി ആയ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നിങ്ങൾ ഹാപ്പി ആവില്ല. ഈ ലോകം മുഴുവൻ ഹാപ്പിയാണ് എന്ന് നിങ്ങൾ വിഷ് ചെയ്താൽ മാത്രമേ നിങ്ങളും ഹാപ്പി ആവുള്ളൂ. അതാണ് ഈ ലവിങ് കൈൻഡ്നെസിന്റെ വളരെ പ്രാധാന്യം, അതിന്റെ പ്രത്യേകതയും അതിന്റെ പ്രാധാന്യവും അതാണ്. ഓക്കെ, so admin, please play loving kindness meditation. Admin. മൈൻഡ്ഫുൾ ഫോർ ഹാപ്പി ലൈഫ് ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷനിലേക്ക് സ്വാഗതം. ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുൻപായി ശാന്തമായ ഒരിടത്ത് ഇരിക്കുക. 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളിൽ നിന്ന് തുടങ്ങുക. മൃദുവായി ശ്വസിക്കുക. നിങ്ങളുടെ സൗഖ്യത്തിനായി സാമ്പ്രദായികമായി നിർദ്ദേശിച്ചിട്ടുള്ള വാക്യങ്ങൾ മനസ്സിൽ ഉരുവിടുക. നിങ്ങൾ നിങ്ങളിൽ നിന്നു തന്നെ തുടങ്ങുക. നിങ്ങൾ സ്വയം സ്നേഹിക്കാതെ മറ്റാരെയും സ്നേഹിക്കാൻ നിങ്ങൾക്കാവില്ല. ചിന്തിക്കുക, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ രോഷത്തിൽ നിന്നും മുക്തനാകട്ടെ. ഞാൻ സങ്കടങ്ങളിൽ നിന്നും മുക്തനാകട്ടെ. ഞാൻ വേദനകളിൽ നിന്നും മുക്തനാകട്ടെ. ഞാൻ ബുദ്ധിമുട്ടുകളിൽ നിന്നും മുക്തനാകട്ടെ. ഞാൻ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തനാകട്ടെ. ഞാൻ ആരോഗ്യവാനായിരിക്കട്ടെ. എനിക്ക് ശാന്തി ലഭിക്കട്ടെ. ഈ സ്നേഹവും കാരുണ്യവും ഞാൻ പുറത്തേക്ക് പരത്തുന്നു. ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് സ്നേഹം നൽകുന്നു. എന്റെ മാതാപിതാക്കൾ ബുദ്ധിമുട്ടുകളിൽ നിന്നും മുക്തരാകട്ടെ. അവർ വേദനകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും മുക്തരാകട്ടെ. അവർ ബന്ധനങ്ങളിൽ നിന്ന് മുക്തരാകട്ടെ. രോഷത്തിൽ നിന്നും
ദുർവിചാരങ്ങളിൽ നിന്നും മുക്തരാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തരാകട്ടെ. അവർക്ക് ആരോഗ്യവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ. അവർക്ക് ശാന്തി ലഭിക്കട്ടെ. ഞാൻ എൻ്റെ അധ്യാപകർക്ക് സ്നേഹവും കാരുണ്യവും നൽകുന്നു. അവർ ക്ലേശങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മുക്തരാകട്ടെ. അവർ രോഷത്തിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും മുക്തരാകട്ടെ. അവർ സന്തോഷിക്കട്ടെ. ബുദ്ധിമുട്ടുകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും മുക്തരാകട്ടെ. അവർക്ക് സൗഖ്യവും സന്തോഷവും ഉണ്ടാകട്ടെ. അവർക്ക് ശാന്തി ലഭിക്കട്ടെ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞാൻ അറിയാത്ത എല്ലാ മനുഷ്യർക്കും ഞാൻ എൻ്റെ സ്നേഹവും കാരുണ്യവും നൽകുന്നു. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും പ്രയാസങ്ങളിൽ നിന്ന് മുക്തരാകട്ടെ. അവർ വേദനകളിൽ നിന്നും വിഷാദത്തിൽ നിന്നും നൈരാശ്യത്തിൽ നിന്നും മുക്തരാകട്ടെ. അവർ സന്തോഷവാന്മാരാകട്ടെ. തികച്ചും സന്തോഷവാന്മാരാകട്ടെ. അവർക്ക് ശാന്തി ലഭിക്കട്ടെ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും പ്രയാസങ്ങളിൽ നിന്നും മുക്തരാകട്ടെ. അവർക്ക് ശാന്തി ലഭിക്കട്ടെ. എല്ലാ ദിശകളിലുമുള്ള ജീവജാലങ്ങൾ സന്തോഷത്തോടെയും ശാന്തിയോടെയും നിലനിൽക്കട്ടെ. മുകളിലുള്ളതും താഴെയുള്ളതും അടുത്തുള്ളതും അകലെയുള്ളതും ഉയരത്തിലുള്ളതും താഴ്ചയിലുള്ളതുമായ എല്ലാ ജീവജാലങ്ങളും മനുഷ്യരും മറ്റു ജീവജാലങ്ങളും കണ്ടിട്ടുള്ളതും കാണാത്തതുമായ എല്ലാ ജന്തുക്കളും പക്ഷികളും മീനുകളും വ്യത്യാസമില്ലാതെ എല്ലാ ജീവജാലങ്ങളും സന്തോഷത്തോടും സ്വാതന്ത്ര്യത്തോടും നിലനിൽക്കട്ടെ. എല്ലാ ജീവജാലങ്ങളും തിരികെ നൽകുന്ന സ്നേഹവും കാരുണ്യവും ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് സ്വീകരിക്കുന്നു. അത് ഞാൻ ഹൃദയത്തിൽ നിലനിർത്തുന്നു. ഈ മെഡിറ്റേഷന്റെ ഗുണങ്ങൾ ഞാൻ എല്ലാവരുമായും പങ്കിടുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷവും സൗഖ്യവും ഉണ്ടാകട്ടെ. അവർക്ക് ശാന്തി ലഭിക്കട്ടെ. അവർക്ക് ശാന്തി ലഭിക്കട്ടെ. അവർക്ക്
ശാന്തി ലഭിക്കട്ടെ. വളരെ പതുക്കെ കണ്ണുകൾ തുറക്കുക. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ മെഡിറ്റേഷനും കഴിഞ്ഞു. മൈൻഡ്ഫുൾ ബ്രീതിങ് മെഡിറ്റേഷൻ, ബോഡി സ്കാൻ മെഡിറ്റേഷൻ, ലവിംഗ് കേജസ് മെഡിറ്റേഷൻ. ഈ 3 മെഡിറ്റേഷൻ ആണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിച്ചത്. ഇതിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കുവൈത്തില് നിങ്ങൾ അവരുടെ ഫേസ്ബുക്ക് പേജിൽ അതെല്ലാം അപ്ലോഡ് ചെയ്തിരിക്കും. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഹാപ്പി ആയി ഇരിക്കുക. ഓക്കെ, പോസിറ്റീവ് തോട്ട്സ് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള ചില ടെക്നിക്സ് ആണ് ഇവിടെ പറഞ്ഞു തന്നത്. ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 2 minutes ഓഫ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഇപ്പോഴുള്ള നമ്മുടെ മൈൻഡ് സ്റ്റേറ്റ്സും നമ്മുടെ തോട്ടും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും കണ്ണടയ്ക്കൂ. ചുറ്റുമുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിക്കൂ. പതിയെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. ശ്വാസം അകത്തേക്ക് പോകുന്നു, ശ്വാസം പുറത്തേക്ക് വരും. ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കൂ. പതിയെ നിങ്ങളുടെ ചിന്തകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. എന്താണ് ചിന്തിക്കണത് നോക്കൂ. ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് നോക്കൂ. മനസ്സിൽ പറയൂ, ഇത് വെറും ഒരു ചിന്തയാണെന്ന് മനസ്സിൽ പറയൂ. ഇത് യാഥാർത്ഥ്യമല്ല, ഇത് വെറും ഒരു ചിന്തയാണെന്ന് മനസ്സിൽ പറയൂ. ഇറ്റ് ഈസ് ജസ്റ്റ് എ തോട്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് എ തോട്ട് എന്ന് മനസ്സിൽ പറയൂ. ഒരു ചിന്ത മാറി വേറൊരു ചിന്ത വരുന്നത് നോക്കൂ. ചിന്തകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. മനസ്സിൽ പറയൂ, ഇത് വെറും ഒരു ചിന്തയാണെന്ന് മനസ്സിൽ പറയൂ. ഇത് വെറും ഒരു ചിന്തയാണ്, ഇത് യാഥാർത്ഥ്യമല്ല. ഇറ്റ്സ് നോട്ട് റിയാലിറ്റി, ഇറ്റ് ഈസ് ജസ്റ്റ് എ തോട്ട്. പതിയെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. ശ്വാസം അകത്തേക്ക് പോകുമ്പോൾ ശരീരം ശാന്തമാകുന്നു എന്ന് മനസ്സിൽ പറയൂ. ശ്വാസം അകത്തേക്ക് പോകുമ്പോൾ ശരീരം ശാന്തമാകും. ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ ശരീരം ശാന്തമാകും. ശ്വാസം അകത്തേക്ക് പോകുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു എന്ന് പറയൂ. ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ മനസ്സ് ശാന്തമാകും. ശ്വാസം അകത്തേക്ക് പോകുമ്പോൾ ശ്വാസം ശാന്തമാകുന്നു എന്ന് പറയൂ. ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ ശ്വാസം ശാന്തമാകുന്നു എന്ന് പറയൂ. കാമിങ് ദി ബോഡി, കാമിങ് ദി മൈൻഡ്, കാമിങ് ദി ബ്രെത്ത്. ഇപ്പോൾ നിങ്ങളുടെ ശരീരം, മനസ്സ്, ശ്വാസം ശാന്തവുമാണ്.
പീസ്ഫുൾ ആൻഡ് കാം ആണ്. ആ റിലാക്സ്ഡ് ആയിട്ടുള്ള ആ ശ്വാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. പതുക്കെ കണ്ണു തുറന്നോളൂ. അപ്പൊ എല്ലാവർക്കും എന്റെ നന്ദി. താങ്ക് യു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അഡ്മിൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ? ഞാനിപ്പോ സൂം സെഷനിൽ ഒരു കാര്യം ചെയ്യാം, എല്ലാരെയും അൺമ്യൂട്ട് ചെയ്യാം, അവർക്ക് ഡയറക്റ്റ് തന്നെ ഇന്ററാക്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ സെൽഫായിട്ട് ക്വസ്റ്റ്യൻ ഉള്ള ആള് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. സംസാരിച്ചോളൂ. ഹലോ സാറേ, നമസ്കാരം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, വേറിട്ടൊരു എക്സ്പീരിയൻസ്. ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ പല പരിപാടികളും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് വ്യത്യസ്തമായ ഒരു പരിപാടിയായിരുന്നു. വളരെ എഫക്റ്റീവായിട്ട് തോന്നി. ഇത് സ്ഥിരം പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ് എന്റെ ഒരു ചോദ്യം. എക്സാക്ട്ലി. അതെ, ഞാനത് ആ കഥയിൽ പറഞ്ഞില്ലേ, നമ്മൾ സ്ഥിരമായിട്ട് ഈ നമ്മൾ പ്രാക്ടീസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ വീഡ്സ് വളരുന്ന പോലെ മനസ്സിൽ നെഗറ്റീവാണ് കൂടുതൽ വളരുക. നമ്മളൊരു ഫലപുഷ്ടമായ ഒരു വൃക്ഷമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നെങ്കിൽ അതിന് നമ്മൾ എന്നും വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കണ്ടേ. അതേപോലെയാണ് ഈ പ്രാക്ടീസ്. പോസിറ്റീവായിട്ട് ഉള്ള ഈ മൈൻഡ്ഫുൾനെസ്സോ ഹാപ്പിനെസ്സോ ലവിങ് കൈൻഡ്നെസ്സോ നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് മസ്റ്റ് ആണ്. അത് ഇപ്പൊ നമ്മളിവിടെ ബ്രീത്തിങ്, ബോഡി സ്കാൻ, ലവിങ് കൈൻഡ്നെസ് എന്നുള്ളതാണ് തന്നത്. ഇനിയിപ്പോ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നൊരു പ്രാക്ടീസ് ഉണ്ട്. ഇനി ഓഫീസിലേക്ക് നടന്നു പോവുകയാണെങ്കിൽ മൈൻഡ്ഫുൾ വാക്കിംഗ് എന്നൊരു പ്രാക്ടീസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ചുമ്മാ ചെയറിലിരിക്കുകയാണെങ്കിലും യു ക്യാൻ ബി മൈൻഡ്ഫുൾ. ബ്രീത്തിങ്ങിലോ അല്ലെങ്കിൽ ബോഡി സ്കാനോ ചെയ്യാതെ തന്നെ ഇരിക്കുന്ന സെൻസേഷൻസ് നമുക്ക് ഒബ്ജക്റ്റ് ആയി എടുക്കാം. ബോഡിയിലുള്ള സെൻസേഷൻസിന് നമുക്ക് ഒബ്ജക്റ്റ് ആയിരിക്കാം. ഈവൻ നമ്മുടെ കാലിൽ വരുന്ന പെയിന് നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. മെഡിറ്റേഷന്റെ ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു പ്രാക്ടീസ് ഡെയിലി 10 മിനിറ്റ് ചെയ്യണം. അതിന്റെ ഗുണം എന്താ പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ലോക്ക്ഡൌൺ ആണ്, ഇപ്പൊ എല്ലാവരും നെഗറ്റീവ് ബയാസസിൽ, നെഗറ്റീവ് തോട്ട്സിലാണ് കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 പേരെങ്കിലും വളരെ പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ അത് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് പോസിറ്റീവിലേക്ക് കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ വീഡിയോസ് എല്ലാം ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഇതിൽ നമ്മൾ ഇപ്പോഴേ പറഞ്ഞിരിക്കുന്ന 3 ടെക്നിക്സില് ഏത് ടെക്നിക്ക് ഏതെങ്കിലും ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേക സമയത്ത് ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ളത്. അതായത് നമ്മളിപ്പം ബോഡി സ്കാൻ ഈവനിങ് ടൈം, അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെയുള്ള ഈ ബ്രീതിങ് ടെക്നിക്സ് മോർണിംഗ് ടൈം, അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക്സ് ഉണ്ടോ ഇതിന്? ഈ ഒരു ഓക്കെ, മൈൻഡ്ഫുൾ ബ്രീത്തിങ് മോർണിംഗ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മൈൻഡ്ഫുൾ ബ്രീത്തിങ് നമ്മൾ ഓഫീസിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകുന്നതിന് മുൻപ് നമ്മൾ ഈ മൈൻഡ്ഫുൾ ബ്രീത്തിങ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ട്, നമ്മൾ ഹാപ്പി ആയിട്ട് നമുക്ക് ആ ജേർണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിലും ഉപരി ഒരു ക്ലാരിറ്റി നമുക്ക് കൂടുതൽ ഉണ്ടാവും. നമ്മൾ മൈൻഡ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഓഫ് ഡെലൂഷൻ ആണ്. നമ്മൾ സങ്കല്പ ലോകത്തിലുള്ള അതിന്ന് മാറി നമ്മൾ റിയൽ വേൾഡിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരികയാണ്. സോ യു വിൽ സീ ദി തിങ്സ് ക്ലിയർലി ആണ്. എസ്പെഷ്യലി ഇനി വരുന്ന ബിസിനസ് വേൾഡിലെല്ലാം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പോൾ എല്ലാവരും കോൺസെപ്റ്റിന്റെ പിന്നാലെയാണ് കൂടുതൽ പോകുന്നത്. കോൺസെപ്റ്റും റിയാലിറ്റിയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. വാട്ട് ഈസ് റിയാലിറ്റി, വാട്ട് ഈസ് കോൺസെപ്റ്റ് ചോദിച്ചാൽ വി ഡോണ്ട് നോ, ബിക്കോസ് അത്രയും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് വേൾഡിലാണ്. ഇപ്പൊ നമ്മള് സ്മാർട്ട് വേൾഡിലാണെങ്കിൽ നമ്മൾ കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആണ്. സോ ഒരു
ക്ലാരിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ ഈ മെഡിറ്റേഷൻ നിങ്ങൾ രാവിലെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ഡേ നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയും ഹാപ്പി ആയിരിക്കും. അതുപോലെ ബോഡി സ്കാൻ നിങ്ങൾക്ക് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്യാം. ബോഡി സ്കാൻ മെഡിറ്റേഷൻ. ലവിങ് കൈൻഡ്നസ് യു ക്യാൻ പ്രാക്ടീസ് എനി ടൈം. ഇപ്പോ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ഇങ്ങനെ ട്രാവൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലൂടെ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് കേട്ടാൽ മതി. ലവിങ് കൈൻഡ്നസ് കണ്ണ് അടയ്ക്കണമെന്നില്ല, കണ്ണ് തുറന്നുകൊണ്ട് തന്നെ നമുക്കത് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ഇതേപോലെയുള്ള ഈ പ്രാക്ടീസസില് നമ്മൾ ഇപ്പം ഒരുപാട് പല സെഗ്മെന്റിലുള്ള ആളുകളുണ്ട്. അതായത് കുട്ടികളുണ്ട്, പിന്നെ പ്രായമുള്ള ആളുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾ ഇപ്പൊ ഈ ഒരു സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ ക്ലാസ് അങ്ങനെ എല്ലാം ഓൺലൈൻ എന്നുള്ള സിറ്റുവേഷൻ, അവർക്ക് പ്രത്യേകിച്ചായിട്ട് എന്തെങ്കിലും ഒരു സജഷൻ പറയാം? ഓക്കെ, ഈ കുട്ടികൾക്ക് ഈ ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ ആണ് നല്ലത്. അവരുടെ ഈ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എമോഷണൽ ഡിസ്റ്റർബൻസ് ഒക്കെ നമുക്ക് വളരെ കുറയ്ക്കാൻ പറ്റും. എമോഷണൽ ഇന്റലിജൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അറ്റ്ലീസ്റ്റ് അവർക്ക് ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ അവർ ഡെയിലി ചെയ്യുകയാണെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് തോട്ട്, ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെ ശരിക്കും ഇമ്പ്രൂവ് ആവും. അതുപോലെ മൈൻഡ്ഫുൾ ഈറ്റിംഗ്, കുട്ടികൾക്കുള്ള വേറൊരു മെഡിറ്റേഷൻ ആണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്മാർട്ട് ഫോണോ സ്മാർട്ട് വേൾഡോ സ്മാർട്ട് ടിവിയോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഇരുന്നുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആ എമോഷൻ ആണ് നമുക്ക് കയറുക. ഓക്കെ, ഒരു മൂവി കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ യു ആർ ടേക്കിംഗ് ദാറ്റ് എമോഷൻ ആൾസോ. നമ്മൾ അകത്തേക്ക് കൊണ്ടുപോകുന്നത് ആ എമോഷൻസ് കൂടി. അപ്പൊ അതായിരിക്കും നമ്മൾ പുറത്തേക്ക് വരിക, നമ്മുടെ ബിഹേവിയർ അങ്ങനെയായിരിക്കും വരിക. സോ മൈൻഡ്ഫുൾ ഈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഭക്ഷണത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് അത് ആസ്വദിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. അത് കുട്ടികൾക്ക് വളരെ ആവശ്യമാണ് ഇനിയത്തെ കാലത്ത്. ഈ ബിഞ്ച് ഈറ്റിംഗ്, ഫാസ്റ്റ് ഈറ്റിംഗ് ഒന്നും ഫാസ്റ്റ് ഫുഡ് അല്ല. ഫാസ്റ്റ് ഫുഡായിട്ട് നമ്മൾ കഴിക്കാൻ പാടില്ല. ശരിക്കും നമ്മുടെ ശരീരത്തിനും നല്ലതല്ല. നമ്മള് ചെറുപ്പകാലത്തിലൊക്കെ നമ്മൾ കേട്ടത് എന്ന് പറഞ്ഞാല് ഭക്ഷണം ക്ഷണം എന്നുള്ളതാണ്. ഹലോ, പറഞ്ഞോളൂ. ചെറുപ്പകാലത്തിൽ നമ്മൾ കേട്ടത് ഭക്ഷണം ക്ഷണം എന്നുള്ളതാണ്, പെട്ടെന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ചെറുപ്പകാലത്തിൽ നമുക്ക് ഡിസ്ട്രാക്ഷനുള്ള ഒരു സ്കോപ്പ് കുറവായിരുന്നു. അതായത് ഇന്നത്തെ പോലെ സ്മാർട്ട് ഫോണും വീഡിയോസും അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവര് മിക്കവാറും ടി വി കണ്ടു അമിതവണ്ണം ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം. അതിലുമുപരി അന്ന് കാലത്ത് ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലായിരുന്നു. ഇന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്. അന്ന് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് നടന്നിട്ടോ അല്ലെങ്കിൽ പല കാടും മലയും ഒക്കെ ഓടിയും ചാടിയിട്ടൊക്കെയാണ് അന്ന് സ്കൂളിൽ പോയിരുന്നത്. ഇന്ന് അങ്ങനെയല്ലല്ലോ, ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്. അപ്പൊ ഈ ഭക്ഷണം കഴിച്ചതൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് എടുക്കുന്ന ആ പ്രോസസ് തന്നെ മാറി. പണ്ട് കാലത്ത് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലുള്ളത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ മൈൻഡ്ഫുൾ ഈറ്റിംഗ് അവർക്ക് നല്ലൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. കുട്ടൻ എന്തെങ്കിലും ചോദിക്കാൻ ശ്രമിച്ചിരുന്നോ? Any other questions? ബിജുവേട്ട, ഇനി അധികം ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ബിജുവേട്ടന് സെഷൻ ടേക്ക് ഓവർ ചെയ്യാം. ഒരു ക്ലോസിംഗ് ടൈം. ഓക്കെ. എനിക്ക് തോന്നുന്നു എല്ലാവരും വളരെ നല്ല രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞങ്ങളോട് സഹകരിച്ച ഡോക്ടർക്ക് ഞാൻ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഫോക്കിന്റെ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയൊരു അനുഭവമാണ്. നമ്മള് ഫേസ്ബുക്കിൽ കൂടെയൊക്കെ ധാരാളം മറ്റു പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു ആദ്യത്തെ അനുഭവമാണ്. അത് എത്രത്തോളം എഫക്റ്റീവായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എഫക്റ്റീവ് ആയിരുന്നു. നല്ല രീതിയിൽ എനിക്കത്
അറ്റൻഡ് ചെയ്യാൻ പറ്റി. മറ്റുള്ളവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എന്നാലും ഈ ഞങ്ങളുടെ ഈ ഒരു അഭ്യർത്ഥന മാനിച്ച് ഈ ഒരു വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച സാറിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. Thank you. Thank you very much. Be happy always. Thank you. Thank you. Thank you very much. Thank you. Thank you. Thank you.